ഈ കാണുന്നത് കസ്തൂരി വെണ്ട അല്ലെങ്കിൽ കാട്ടുവെണ്ട എന്നുള്ള സസ്യമാണ്. ഇത് നമ്മുടെ സാധാരണ വെണ്ടയുടെ അതേ രൂപത്തിലുള്ള ഒരു സസ്യമാണ് ഈ കസ്തൂരി വെണ്ട എന്നുള്ളത്. ഇത് പല നാടുകളിലും പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. ഇവിടെ അറിയപ്പെടുന്നത് കാട്ടുവെണ്ട അല്ലെങ്കിൽ കസ്തൂരി വെണ്ട എന്നാണ്. ഇതിന്റെ ഇലകളും പൂക്കളും എല്ലാം നമ്മുടെ സാധാരണ വെണ്ടയെ പോലെ സാമ്യമുള്ള ഒരു സസ്യമാണ്. ഇതിന്റെ കായ്കൾ നമ്മുടെ സാധാരണ വെണ്ടയെ അപേക്ഷിച്ച് നീളം വളരെ കുറവും വണ്ണം കൂടിയതുമായ ഒരു കായ്കളാണ് ഇതിന് ഉള്ളത്. ഈ കായ്കൾ ഒരു നീളമുള്ള ഞെട്ടുകളിലാണ് ഈ കായ്കൾ ഉണ്ടാകുന്നത്. ഇത് സാധാരണ വിജനമായ പ്രദേശങ്ങൾ, കുന്നിൻ ചരിവുകൾ, ചതുപ്പ് പ്രദേശങ്ങൾ എന്നിവയാണ് ഈ വെണ്ട കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഇലകളിലും തണ്ടുകളിലും നിറയെ രോമാവൃതമായ ഒരു രോമങ്ങളുണ്ട്. നിറച്ച് ചെറിയ ചെറിയ രോമങ്ങൾ നിറഞ്ഞ ഒരു സസ്യമാണ് ഈ കസ്തൂരി വെണ്ട എന്നുള്ളത്. ഇതിൻ്റെ തളിരിലകൾ ഭക്ഷ്യയോഗ്യമാണ്. കൂടാതെ ഇതിൻ്റെ കായ്കളും ഭക്ഷ്യയോഗ്യമാണ്. കായ്കൾ ഇളം കായ്കളാണ് ഭക്ഷ്യയോഗ്യത്തിന് നല്ലത്. അത് മൂപ്പത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭക്ഷ്യയോഗ്യത്തിന് സാധാരണ വെണ്ടയെ പോലെ തന്നെ അത് നമുക്ക് കഴിക്കാൻ കഴിയത്തില്ല. ഈ കാണുന്നതാണ് 31 കായാണ്. ഇത് അതിൻ്റെ വിത്താണ്, ഉണങ്ങിയ കായാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മുടെ സാധാരണ വെണ്ടയെ പോലെ തന്നെ കറുത്ത വിത്തുകൾ ഉണ്ടാകും. ഈ വിത്തുകളിൽ നിന്നാണ് പുതിയ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ കാണുന്നത് എൻ്റെ ഉണങ്ങിയ ഒരു കായാണ്. ഇതാണ് ഇതിൻ്റെ കറുത്ത വിത്തുകൾ. ഈ കാണുന്നതാണ് ഇതിൻ്റെ വിത്തുകൾ. ഈ സസ്യം ഇതിൻ്റെ തണ്ടും ഇല, വേര് എന്നിവയെല്ലാം ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ്. ഇത് മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പുണ്ണ് എന്ന അസുഖത്തിന് ഇതിൻ്റെ ഇളം കായകൾ മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ കറി വെച്ചോ കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. കൂടാതെ ശ്വാസകോശ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് ഇതിൻ്റെ ഇല, തണ്ട്, വേര്, വേരിൻ്റെ തൊലി എന്നിവ പഴയ കാലങ്ങളിൽ ഔഷധങ്ങളായി ഉപയോഗിച്ചിരുന്ന ഒരു സസ്യമാണ്. ഇതിൻ്റെ ഉണങ്ങിയ കുരു നമ്മുടെ ഭക്ഷണത്തിന് രുചികൾക്ക് ചേർക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതായത് ഇതിൻ്റെ ഉണങ്ങിയ കുരു നമ്മൾ എണ്ണയിലിട്ടാൽ എള്ളിൻ്റെ ഒരു ഗന്ധം ഉണ്ടാകും, ഒരു രുചി ഉണ്ടാകും ഭക്ഷണങ്ങൾക്ക്. അങ്ങനെയായിട്ടും ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. വലിയ പരിചരണമോ കീടബാധയോ ഒന്നും ഏൽക്കാതെ വളർത്താൻ കഴിയുന്ന ഒരു സസ്യമാണ് ഈ കസ്തൂരി വെണ്ട എന്നുള്ള സസ്യം. ഔഷധഗുണവും അതുപോലെ തന്നെ വലിയ പോഷകഗുണങ്ങളും ഉള്ള ഒരു സസ്യമാണ് ഈ കസ്തൂരി വെണ്ട എന്നുള്ള സസ്യം. അപ്പോൾ ഇതാണ് കസ്തൂരി വെണ്ട എന്നുള്ള സസ്യം. വീണ്ടും ഔഷധസസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വീഡിയോകളുമായി വരാം. ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.